ഹലോ ഗൈസ്, ഇന്ന് ഒരു ഹോസ്പിറ്റൽ വ്ളോഗാണ്. സന്തോഷകരമായ ഈ ജീവിതത്തിൽ ഇടയ്ക്ക് കുറച്ച് സങ്കടങ്ങളൊക്കെ ആകാമെന്ന് പറഞ്ഞതുപോലെ എൻ്റെ കൈ ഇരിക്കുന്നത് കണ്ടില്ലേ ഗൈസ്. സത്യം പറഞ്ഞാൽ ഇത് 30-ാം തീയതി പറ്റിയതാണ്. ന്യൂ ഇയറൊക്കെ ഞാൻ ഇങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. എന്താവോ എന്തോ ഈ കൊല്ലം എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. എൻ്റെ കൂടെ വരുന്നത് തുമ്പി ആയതുകൊണ്ടും ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ ആകെ 2 തുണി എടുത്തിട്ടുള്ളത് കൊണ്ടും അത് അലക്കിയിട്ടതിനാലും എൻ്റെ ഒരു ടോപ്പ് കൊണ്ട് ഞാൻ ഓക്ക് കൊടുക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് നേരം മാറ്റി വെയിറ്റ് ചെയ്തിരിക്കുന്നു. 10:30 ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞാൽ ഇതുവരെ അവൾ റെഡി ആയിട്ടില്ല. അപ്പോൾ ഇടാൻ ഡ്രസ്സില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഡ്രസ്സ് എടുത്ത് നേരെ ഓളെ വീട്ടിൽ പോയിട്ട് ഓൾക്ക് കൊണ്ട് കൊടുത്തതാണ്. ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത് കണ്ടപ്പോഴേ എന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതൊന്നും എടുത്ത് ദയവ് ചെയ്താണ്ട് വീഡിയോ ഒന്നും എടുത്തിടരുത്. കൈ ഞാൻ കെട്ടിക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൈക്ക് ഇനി എന്തെങ്കിലും എല്ലിനോ കാര്യങ്ങൾക്കോ കുഴപ്പമുണ്ടോ എന്നറിയില്ല. കാരണം എനിക്ക് കൈ നല്ല വേദന ഉണ്ടായിരുന്നു. ന്യൂ ഇയർ പരിപാടിക്കൊക്കെ ഞാൻ കൈ എത്രയൊക്കെ അനക്കാതെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഒക്കെ നമ്മുടെ അടുത്ത് നിന്ന് അനങ്ങി പോവുമല്ലോ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ. അതുകൊണ്ട് ഞാൻ അനക്കിയതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഡോക്ടറെ കാണിച്ച് എക്സ്റേ എടുക്കാം, വേറെ വല്ല സീനും ഉണ്ടോ കൈക്കെന്ന് അറിയാത്തതുകൊണ്ട്. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഓട്ടോ വരാൻ വേണ്ടി പോകും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ കുറ്റം പറച്ചിലും പരദൂഷണവുമായി ഇങ്ങനെ നടക്കുക ഗൈസ്. അറിയാലോ, കുറേ കാലത്തിന് ശേഷം കണ്ടതുകൊണ്ട് ഞങ്ങൾ തുമ്പി എന്തൊക്കെയോ പറയുന്നുണ്ട്. യൂട്യൂബ് ചാനൽ ഇടാനുള്ള വീഡിയോ എന്ന് പറയുന്നുണ്ട്. ഞാൻ അവളോട് പറയുന്നുണ്ട് ഞാനിതിന് വോയിസ് ഓവറേ കൊടുക്കൂ, എന്ത് പറഞ്ഞാലും ഞാനതെടുത്ത് ഇടൂല എന്നൊക്കെ. അപ്പോൾ എന്തൊക്കെയോ വായത്തന്നെ വിളിച്ച് പറയുന്നുണ്ട്, ഇടൂല എന്നുള്ള ധൈര്യത്തിൽ. ഞാനിങ്ങനെ ചിരിച്ച് കളിച്ച് കാവടി തുള്ളി പോകുന്നത് നിങ്ങൾ നോക്കേണ്ട ഗൈസ്. സത്യം പറഞ്ഞാൽ മനസ്സിൽ ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ട്, ഇനി എല്ലിന് എന്തെങ്കിലും സീനായിട്ടുണ്ടോ. കാരണം അതുപോലെയുള്ള വേദനയാണ് എനിക്ക് ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ളത്. അപ്പം എല്ലിന് സീനായിട്ടുണ്ടോ എന്നുള്ള ടെൻഷനൊക്കെ ആയിട്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. പിന്നെ ഇതുപോലെയുള്ള അരവട്ടുകൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ വീഗാലാൻഡിൽ പോകുന്ന ലാഘവത്തോടു കൂടി പോകാമല്ലോ. അങ്ങനെ ഞാൻ കളിച്ച് ചിരിച്ചൊക്കെ പോവാണ്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. എക്സ്റേ ഒക്കെ എടുത്തു. എക്സ്റേ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. കൈൻ്റെ കെട്ടയച്ചപ്പോൾ ഇതാണ് അവസ്ഥ. ഡോക്ടറെ കണ്ടപ്പം ഞാൻ കൈ റെസ്റ്റ് എടുക്കാത്തതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, ബാൻഡേജ് ഇടാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബാൻഡേജ് ഇടുന്നതിനേക്കാളും നല്ലത് കെട്ടുകയാണെന്ന് വിചാരിച്ച് പിന്നെയും ഈ കെട്ടുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് ഗൈസ് നേരത്തെ കാവടി തുള്ളി പോയ പോലെ തന്നെയാണ് അവസ്ഥ എന്ന് എനിക്ക് മനസ്സിലായത്. ടിഷ്യൂസിനൊക്കെ ചെറിയ ഇഞ്ചുറി ഉണ്ട്, അതുപോലെ തന്നെ നീരും ഉണ്ട്. അപ്പം ഞാൻ ഈ കൈ അനക്കി കളിച്ചതുകൊണ്ട് നീരിനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പം എൻ്റെ അടുത്ത് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാനാണ് പറയുന്നത്. 14 ദിവസത്തേക്ക് 7 കെട്ട് കെട്ടണം. ഞാനൊരു 2-3 കെട്ടുകൊണ്ട് തീരുമെന്ന് വിചാരിച്ച കാര്യമാണ് ഗൈസ് 7 കെട്ട് കെട്ടുന്നത്. അവസാനം എനിക്കിതാ ഇതുപോലെ തൊട്ടിലാണ് കൈ ഇട്ട് തന്നിട്ടുള്ളത്. കൈ ഇനി തീരെ അനക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കംപ്ലീറ്റ്ലി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഞാൻ ഇങ്ങനെയാണ് ഗൈസ് ഫുഡ് കഴിക്കാനും തിരിച്ചും വീട്ടിലേക്കൊക്കെ പോയത്. എനിക്കെന്തോ ഭയങ്കര ബുദ്ധിമുട്ട്, ഇങ്ങനെ ഇട്ടപ്പോൾ കൈ തീരെ അനക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം. ഞാൻ ഒരിടത്തും 5 മിനിറ്റിൽ കൂടുതൽ അടങ്ങിയിരിക്കാത്ത ആളായതുകൊണ്ടായിരിക്കാം. കുഴപ്പമില്ല ഗൈസ്, എന്തായാലും ഒരു 14 ദിവസത്തെ റെസ്റ്റ് അല്ലേ, അതിന് ശേഷം നമുക്ക് പഴയതുപോലെ എനർജറ്റിക് ആയിട്ട് തന്നെ വരാം. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.